അമ്മ ചിലപ്പോ ഏട്ടന്റെ മുറി കയറി കാണും, പക്ഷെ ഞാൻ കയറിയിട്ടില്ല. നീ കയറി, രണ്ടാൾ ഒന്നിച്ചാ കയറിയത്. അതിന് കൂടുതൽ തെളിവുകൾ വേണോ? ആ വേണം. ഞങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവുകൾ വേണ്ടേ? കുഴപ്പമില്ല, തെളിവ് ഞാൻ കാണിച്ചുതരാം. അമ്മയും മോനും ഇതൊന്ന് കാണും. കണ്ടോ? നിന്റെ കർണത്തടിച്ച് ഞാൻ മടുത്തു ചലിച്ചേ. ഇനി എനിക്ക് അതിന് വയ്യ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാലും നീ കൊള്ളാമല്ലോടി. പാരമ്പര്യമായി കുടുംബത്തിനകത്ത് കൈമാറിയ നെക്ലസ് തന്നെ നീ എടുത്തു കളഞ്ഞല്ലോ. അത് പിന്നെ അതിനൊരു കാരണമുണ്ട്. അയ്യോ, എന്താണാവോ കാരണം? അതാ നെക്ലേസ് കുട്ടിക്കാലം മുതലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് തരാന്ന് അമ്മ പറഞ്ഞിരുന്നതാ. അതെനിക്ക് തന്നില്ല. ആ ദേഷ്യത്തിനാണ് ഞാൻ ആ നെക്ലേസ് എടുത്തത്. എന്തിനും നിനക്കൊരു ന്യായീകരണം ഉണ്ടല്ലോ. അതുപോലൊരു നാവാണല്ലോ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ അമ്മ നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചേനെ. ദേവി, ഇത് അമ്മയും അച്ഛനും ഇത് അറിയരുത്. അങ്ങനെ അറിയരുതെന്ന് കരുതി പലതും ഞങ്ങൾ മൂടി വെക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള തെറ്റുകൾ ഇനി മനസ്സ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എന്താടാ നീ അന്തം വിട്ട പോലെ നിൽക്കുന്നത്? ഇവനെ ഇതൊന്നും അല്ല വിഷയം. ഞാൻ മടങ്ങി വന്നത്. എന്നെ ഗൾഫിൽ വെച്ച് കുറച്ചു പേര് ജയിലിലാക്കാൻ ശ്രമിച്ചത്. അതിന് പിന്നില് നീ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഈ സ്വർണം നീയും നിന്റെ അമ്മയും കൂടിയാ മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ അമ്മ പറഞ്ഞത്? ഒന്നും അറിയില്ലാന്ന് അല്ലെ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം തെളിവ് സഹിതം കാണിക്കാതെ അറിയൂന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്താ അതിന്റെ കുറ്റബോധം കാണും. അങ്ങനെ കുറ്റബോധം ഇല്ലാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുമ്പോഴാ മറ്റുള്ളവര് നിന്നോടൊക്കെ കാണിക്കുന്ന ദയ വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പോഴും നീയും ഇവന് നവയെ തിരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതും നിന്റെയൊക്കെ കുഴിയെ തോണ്ടുള്ളൂ. നോക്കി നിൽക്കാതെ മര്യാദയ്ക്ക് സ്വർണ്ണം എടുത്തോണ്ട് വാടി. നീ മോഷ്ടിച്ച സ്വർണ്ണം എടുത്തോണ്ട് വരാൻ. ഓ, ഇനി അതും ലോക്കറി കൊണ്ടുവച്ചോ? ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. എന്നാ ചെല്ല്. ഇങ്ങനെ ജീവിക്കാതെ പോയി ചത്തോടെ നിനക്ക്. അതിന് വേണം കുറച്ചൊക്കെ ധൈര്യം. ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളവരാ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തോണ്ടേ നടക്കുന്നത്. എന്നാലും എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. സ്വർണം മോഷ്ടിച്ച് പിടിച്ചത് പോട്ടെ, ദുബായിൽ ജയിലിൽ കിടക്കുന്നത് കരുതിയവൻ ഇവിടെ അവന്റെ കുറിയിൽ ഉണ്ടായിരുന്നല്ലോ. അവൻ ഇവിടെ ഇരുന്നോണ്ടല്ലേ ഈ കളിയൊക്കെ കളിച്ചത്. എന്റെ അമ്മോ, ഇങ്ങനെയും തന്ത്രങ്ങൾ അറിയുന്ന കുറെ ആൾക്കാർ. ഇതിനൊക്കെ എത്രയും അഭിനയിക്കാൻ അറിയാമെങ്കിൽ വല്ല സിനിമയിലും പോയി അഭിനയിച്ചോടായിരുന്നു. ഒരുപാട് മോഹിച്ചതാ. നീ എന്നെ കൈവിട്ട് പോവുകയാണല്ലോ. ഇനിയിപ്പം വീടിനകത്ത് ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോടാ നീ നിന്റെ അമ്മയും കാരണം. നേരത്തെ അങ്ങനെ തന്നെ ആണല്ലോ. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കും. അതാ അമ്മയുടെ മോന്റെ സ്വഭാവം. ഞാൻ ഇന്നലെ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു വീട്ടിനകത്ത് നല്ലൊരു ലോക്കർ വെക്കണമെന്ന്. ഇപ്പോൾ ഉള്ളൊന്നും പോരാ. മോളുടെ കൊടുക്ക്. നിന്നെയൊക്കെ ഇനി എന്ത് വിശ്വസിച്ചാ ഈ വീടിനകത്ത് നിർത്തുന്നത്? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഏട്ടത്തി. ഇനിയും ഉണ്ടാവും. ഇതിനു മുമ്പ് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് അത് ഇത്രയും നാളും പുറത്തു പറയാതെ നടക്കുമായിരുന്നു. ഞാനും ആദർശേനും ഒക്കെ. അതിപ്പോ ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ചേച്ചിക്കും അറിയാം. മുമ്പ് ഒരു ദിവസം ഇവിടെ മാല കാണാനില്ലെന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായില്ലമ്മേ. അന്ന് ആ മാല എന്റെ അമ്മയുടെ ബാഗിൽ നിന്നാ കണ്ടെടുത്തത്. അന്ന് അമ്മയെ എല്ലാവരും കൂടി കള്ളിയാക്കി. ശരിക്കും എന്റെ അമ്മയുടെ ബാഗില് ആ മാല വന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? അന്ന് ഈ അപ്പച്ചിയാ ആ മാല എന്റെ അമ്മയുടെ ബാഗിനകത്ത് എടുത്തു വെച്ചത് എന്റെ അമ്മയെ കള്ളിയാക്കാൻ. ദേ, ഇവനും അതിന് കൂട്ടായിരുന്നു. അയ്യോ, ഓ, എന്താ സംശയം? അതിനും തെളിവുണ്ട്. എന്റെ മൊബൈലിലെ അതെല്ലാം റെക്കോർഡഡാ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ കേൾക്കുന്നത്? മോളെ, നിന്റെ വയറ്റിനകത്തൊരു കുഞ്ഞുള്ളത് കൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല. ഗൾഫിലെ പ്രശ്നങ്ങൾക്ക് ശേഷം മടങ്ങി വന്നതുകൊണ്ട് ഇവനെയും, അല്ലെങ്കിൽ മോള് പറഞ്ഞ പോലെ ഒരു തെറ്റ് ഇവനും ഇവളും ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അത് നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കണമായിരുന്നു. നീ എന്താണ് ആദർശേ അത് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നത്? മുത്തശ്ശ, വീട്ടിനകത്ത് അതിനെ ചൊല്ലിയൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നടന്ന കാര്യം ഞാൻ അച്ഛനോട് പറയാം. നീ നോക്കൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞതാ സത്യം. പറയേണ്ട കാര്യങ്ങള് പറയണം. ഒരു വലിയ സത്യം മൂടി വെക്കുന്നതിന്റെ ഭാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പിന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഇന്നലെ രാത്രി മോൾക്ക് വയ്യാതെ വന്നപ്പോ ഞാനും ചേട്ടനും കൂടെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആ സമയത്ത് ആദർശ് മുറിക്കകത്ത് ഉണ്ടെന്നറിയാതെ ഇവരുടെ മുറിക്കകത്ത് ഇവളും ഇവനും കൂടി കയറിയച്ച. എന്നിട്ട് പാരമ്പര്യമായിട്ട് കൈമാറിപ്പോരുന്ന ആ സ്വർണ്ണ നെക്ലസ് ഉണ്ടല്ലോ, ഞാൻ മോക്ക് കൊടുത്തത് അത് ഇവളെടുത്തോണ്ട് പോയി ഇവളുടെ റൂമിൽ കൊണ്ടുവച്ചു. അതായത് സ്വർണം മോഷ്ടിച്ചു. അതെ. ആ സമയത്ത് ഇവൾക്കൊപ്പം ഇവളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മുത്തശ്ശ. അതെല്ലാം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നീ ഇങ്ങോട്ട് നീങ്ങി നിന്ന്. ഇത് എത്രാമത്തെ തെറ്റാ നീ ചെയ്യുന്നത്? അമ്മയാണ് നെക്ലസ് എടുത്തത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഇവളെ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പം ഒരുപാട് ഇവരുടെ സ്വഭാവത്തിലുണ്ട്. അതുകൊണ്ട് ഇനി ഇവളെ തല്ലിയിട്ട് കാര്യമില്ല. നീ പക്ഷെ ഒരാളും ചെയ്യാത്ത തെറ്റാണ് ഇപ്പൊ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലേ? ഇനി ആവർത്തിക്കില്ല മുത്തശ്ശ. എന്തിനാ നിന്നെ തല്ലിയെന്നറിയോ? നീ മോഷണത്തിന് കൂട്ടുന്നതുകൊണ്ട് മാത്രമല്ല, ഇനി ആവർത്തിക്കില്ല എന്ന് നീ പറഞ്ഞില്ലേ, അതങ്ങോട്ട് ദഹിച്ചില്ല. നീ ഇനിയും ആവർത്തിക്കും. അപ്പൊ ആവർത്തിക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ കള്ളമാവും. അതുകൊണ്ടാണ് നിന്റെ കവളത്ത് പാടുകയാണ്. കുട്ടിക്കാലത്തെ അമ്മ ഇവൾക്കൊരു നെക്ലേസ് കൊടുക്കാന്ന് പറഞ്ഞു പോലും. അതുകൊണ്ടാ ഇവള് മോഷ്ടിച്ചെന്നാ പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വളർന്നപ്പോ നിനക്ക് ആ നെക്ലസ് ഇട്ടുകൊണ്ട് നടക്കാൻ അർഹതയില്ലെന്ന് വസുന്ധരയ്ക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് അത് ദേവയാനിക്ക് കൊടുത്തത്. ആ നെക്ലസ് ഇനി ഇട്ടുകൊണ്ട് നടക്കാൻ അർഹതയുള്ളത് മോൾക്കാണെന്ന് ദേവയാനിക്കും തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ദേവയാനി മോളുടെ കഴുത്തിൽ അത് ഇട്ടുകൊടുത്തത്. എന്നിട്ട് അന്തസ്സായിട്ട് അതെടുത്ത് സ്വന്തം മുറിക്കൊണ്ടങ്ങ് വെച്ചല്ലേ. അത് മാത്രമല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെയാണ് കനകയും ഗോവിന്ദനും ഇങ്ങോട്ട് വരുന്നത്. എന്തുവാണെങ്കിൽ അനിയുമായിട്ട് ചെറിയ അടുപ്പമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാറുമില്ല. അവസാനമായിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നത്
ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അങ്ങനെ അവരൊക്കെ ഇവിടെ വരുമ്പോ അവരൊക്കെ കള്ളന്മാരാക്കും അല്ലേ? ചെയ്യാത്ത കുറ്റം അവരെയൊക്കെ അടിച്ചേൽപ്പിക്കും അല്ലേ? അന്ന് അമ്മയുടെ ബാഗില് മാല മോഷ്ടിച്ചു വെച്ചത് ഞാനും നവ്യേച്ചയും കൂടി വീഡിയോ പകർത്തിയില്ലായിരുന്നെങ്കിൽ അമ്മ തന്നെ ആ മാല എടുത്തെന്ന് പറഞ്ഞേനെ. രണ്ടെണ്ണം വീടിന്റെ വെളിയിലാവാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ അറിയാലോ, നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിനകത്ത് തുടരുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിക്കാൻ പോവാ. ആദർശേ, മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരു ഷെയർ ഇവർക്കുമുണ്ട് ഇവനുമുണ്ട്. അത് മിക്കവാറും നമുക്ക് ഒഴിവാക്കി വിടേണ്ടി വരും. അച്ഛാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കേണ്ടത് നിങ്ങൾ രണ്ടിന്റെ ആവശ്യമാണ്. അത് മനസ്സിൽ വെച്ചോ. എന്നാലും നീ ഇങ്ങനെയായി പോയല്ലോടി. രണ്ടിന്റെ ഈ ദൃശ്യങ്ങളെ ഒന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. വിളറി വെളുത്ത് നിൽക്കുക. അല്ല, നിന്റെ മരുമോൾ ഇവിടെ അവളല്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവളും കൂടി അറിയണമല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചി അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവരെ രണ്ടാളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമെങ്കിലേ മറ്റു ചിലതൊക്കെ ചേച്ചി അറിയണം. അറിയേണ്ട കാര്യങ്ങൾ നമ്പി അറിയുന്നതുവരെ രണ്ടാളും ഈ വീടിനകത്തുണ്ടാവും. അങ്ങനെ ഒരു മുന്നറിയിപ്പ് മുത്തശ്ശൻ തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഷെയർ എടുത്ത് കളയൊന്നും പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാൻ നോക്കരുത്. ഹലോ. ഞാൻ അറിഞ്ഞടാ മോനെ, അനന്തമൂർത്തിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു ഒറ്റ കേസിലൂടെ അറിയാൻ പറ്റും. അല്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്റെയും എന്റെ അമ്മയുടെയും എന്റെ ഭാര്യയുടെ ഒക്കെ പ്രതീക്ഷ ആകെ തകർന്നിരിക്കുക. അങ്ങനെയൊന്നും തകരില്ലടാ മോനെ. AN ജ്വല്ലറി കേരളത്തിൽ തഴച്ചു വളരും. ഗൾഫിലെ ഇപ്പൊ നമ്മളാ മുന്നില്. AN ജ്വല്ലറിയുടെ മെയിൻ മോഡല് ഇപ്പൊ അവളാ, നവ്യ. അതോടൊപ്പം തന്നെ നിനക്കും ആ കമ്പനിയിൽ ഒരു നല്ല ജോലി ഞാൻ ഓഫർ ചെയ്യാം. നിന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഒരു സ്റ്റാഫായിട്ട് പോലും നിന്നെ അവിടെ ഇരുത്തിയില്ലല്ലോ. അതിനുള്ള മറുപടിയാ AN ജ്വല്ലറിയിലൂടെ നീ കൊടുക്കാൻ പോകുന്നത്. നിന്നെ അവിടെ ഒരു നല്ല പൊസിഷനിൽ ഞാൻ ഇരുത്തും. അതുപോലെ അത് മതി. പിന്നെ ഞങ്ങളുടെ ജ്വല്ലറിയുടെ മോഡലായി നിന്റെ ഭാര്യ വരുമ്പോ അവിടെ ചില മുറുമുറുപ്പൊക്കെ ഉണ്ടാവും. നിനക്ക് നിന്റെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ ഭാര്യ എടുക്കുന്ന തീരുമാനങ്ങളെ തിരുത്താൻ അവിടെ ആർക്കും പറ്റില്ല. ഇനി അതിന് ശ്രമിക്കുകയാണെങ്കിൽ അവൾ ആ വീട് വിട്ട് ഇറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങളുത്. എന്നെയും നവ്യം തമ്മിൽ ഇവിടെ ഉള്ളവർ തെറ്റിക്കുമെന്നാണ് എന്റെ സംശയം. അനഘ, അതാണ് നിന്റെ പ്രോബ്ലം അല്ലേ? അല്ല, അതൊക്കെ അറിയോ? എല്ലാം അറിഞ്ഞിട്ടല്ലേ മോനെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അനന്തപുരിയിലെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. A to Z കാര്യങ്ങൾ. തൽക്കാലം എല്ലാം ഇങ്ങനെ പോട്ടെ. നിനക്കും നിന്റെ കൂടെ നിൽക്കുന്നവർക്കും ഒരു പരിക്കും പറ്റും. അത്രയും ഉറപ്പ് ഞാൻ തന്നാ പോലെ. മതി, അത് മതി. ശരി, എന്നാ പിന്നെ ഇപ്പൊ ഉണ്ടായ ഈ പരാതി അങ്ങ് മറന്നേ. ഇനി അവർ നിന്നെ അടിമയാക്കുവാണെങ്കിൽ തൽക്കാലം നീ പിടിച്ചു നിൽക്കാൻ അവസരം വരും. ആ സമയത്തെ നിനക്ക് തിരിച്ചടിക്കാം. ഓക്കെ? എന്തുറ്റിടാ, എന്താ നിനക്കൊരു തളർച്ച പോലെ? തളർച്ച മാത്രമല്ല നവ്യ, ഞാൻ തകർന്ന് തരിപ്പണായി പോയി. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഗൾഫിലുള്ള ആളും എന്നെ പറ്റിച്ചു കളഞ്ഞു. അയാള് മനഃപൂർവ്വം ചെയ്തതല്ല. അയാളും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താടാ? അല്ല, നീ താഴെ നടന്നൊന്നും അറിഞ്ഞില്ലേ? അവൻ ജയിലിലൊന്നും അല്ല നവ്യേ, ഇവിടെ തന്നെയുണ്ട്. ആദർശ് അവൻ 2 ദിവസം മുന്നേ വന്നെന്നാ തോന്നുന്നത്. എന്നിട്ട് ഇവിടെ അവൻ മറിഞ്ഞിരുന്നതാ നമ്മൾ സന്തോഷിക്കുന്ന അവന് കാണാനായിട്ട്. ഇന്നലെ നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കൂടെ അങ്ങേരില്ലായിരുന്നല്ലോ. ആ സമയത്ത് അവൻ മുറിയിലുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം സംസാരം കേട്ടുകൊണ്ട് അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ നമ്മളെ എല്ലാവരും കൂടി കോമാളിയാക്കി രസിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോടാ. ആ ചതിക്കേ എന്റെ അനിയത്തി ഉൾപ്പെടെ എല്ലാവരും കൂട്ടുനിന്നു. ഇതിന് നീ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. നീ വേറൊന്നും ചെയ്യണ്ട. AN ജ്വല്ലറിക്കാരൻ പറയുന്നത് അതേപോലെ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. അവരുടെ മോഡലായിട്ട് നീ പോണം. അവരുടെ വളർച്ചയിൽ നീ ഒരു പങ്കാളിയാവണം. ഗൾഫിൽ മൂർത്തീസ് ജ്വല്ലറി താഴേക്ക് വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കണം. അതാ ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തോളാം. അയാള് ജയിലിൽ കിടക്കുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാനും. അതൊക്കെ എത്ര പെട്ടെന്നാ ഇല്ലാതായത്. അവനെ കണ്ടപ്പോ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അമ്മയും എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിന്നിരുന്നത്. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. അയാളുടെ മുഖം ഇനി പെട്ടെന്നൊന്നും കാണേണ്ടി വരില്ലല്ലോ എന്ന് കരുതിയതാ. ആ പ്രതീക്ഷയാ തകർന്നത്.